ഓഹോ ആഹാ കുക്കു തീവണ്ടി കോഴിപ്പായും തീവണ്ടി കക്കന് മൊത്തം തീവണ്ടി 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 കുക്കു തീവണ്ടി കോഴിപ്പായും തീവണ്ടി കക്കന് മൊത്തം തീവണ്ടി 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 തീവണ്ടി. Come on, dance, baby. Will you marry me? She's my mother. Mother, this is my friend Julia. Hi, you're his mom? Oh, wow. You look so pretty. I'm also. ഏതാടാ ഈ പെണ്ണ്? This പെണ്ണ് നീ അകത്തേക്ക് വാ. ഞാൻ ഇവളെ കൊണ്ടാ. ഒറ്റയ്ക്ക്. അല്ലമ്മ ഇവളെ കൊണ്ടാ. അതെ ഞാനേ. Sorry. She wants to discuss one personal matter. Just a moment. I'll get back to you soon. Okay, Bye. no problem then. Ibi jangan macam I'll come soon, baby. Josie, Oh, what's next? coming, mommy. Yes, ma'am. Yeah, tell me. ഇതെന്ത് കോലാടാ ഇത്? നീ വല്ല കാവടിക്കും പോയോ? Oh, wow, this is my new style. മര്യാദയ്ക്ക് പറടാ. അമ്മ ഇതെന്റെ പുതിയ സ്റ്റൈലാന്ന്. അയ്യോ, എന്ത് പറ്റി കയ്യില്? ഒന്നുമില്ല അമ്മ, പുതിയ സ്റ്റൈലാണ്, ഞാൻ പറഞ്ഞില്ലേ. എന്താടാ നിന്റെ ഉദ്ദേശം? അമ്മ വൈകിയാണെങ്കിലും ഞാൻ എല്ലാം തിരിച്ചറിഞ്ഞു. അമ്മയുടെ മകൻ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള മകനായി മാറി. എന്ത്? ഞാനില്ലേ ഒരു പുതിയ ബിസിനസ് തുടങ്ങി. ഹോം സ്റ്റേ. അതിനു വേണ്ടിട്ട് ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് this kind of dressing. Got it, ma'am? എന്തൊരു വരുമാനമുള്ള പരിപാടി എന്നറിയോ? Yeah, obviously. നമുക്ക് പ്രത്യേകിച്ച് യാതൊരു മുതൽ മുടക്കൂല. രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ കുറച്ച് ഒരാൾ കൂടി കരുതണം, അത്രേ ഉള്ളൂ. Yeah, that's all. മോനെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടരുത്. നീ ആ തോറ്റ വിഷയം 2 എഴുതിയെടുക്ക്. അമ്മേ, ഈ തോറ്റ വിഷയത്തെ കുറിച്ച് കേട്ട് ഞാൻ തോറ്റു. നിന്നോട് പറഞ്ഞു ഞാനും തോറ്റു. അമ്മേ, എന്തായാലും വേറൊരു ബിസിനസ് വേണ്ട. വേറൊരാൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് ആർക്കറിയാം? സൽസ്വഭാവിയ എന്നെ പോലെ. Wow, so sweet. പോടാ അവിടുന്ന്. See, I told you, na? I told you. ബാങ്കിൽ നിന്ന് തുരുതുരാ വിളിയാ. ലോൺ ഡ്യൂസ് കെട്ടാൻ പറഞ്ഞ്. ആയിഷയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ചു. അതെങ്ങനെ കൊടുക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. അമ്മ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാതെ മാസം 10,000 രൂപ കയ്യിലിരിക്കും. ക്ലയൻസിന് നമ്മുടെ ബ്രിട്ടാസ് കൊണ്ട് തരും. പിന്നെ 1 മാസത്തിനുള്ളിൽ ഐഷാനിയുടെ പൈസയോ ലോൺ ഡ്യൂസോ എന്താന്ന് വെച്ചാൽ ഈ ജോസി അടച്ചു തീർത്തിരിക്കും. നാട്ടുകാർ നോക്കുമ്പോ എന്താ, വലിയ വീട്, 2 പേരും ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവർക്ക് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന്. നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. അമ്മ ഒരു കാര്യം ഞാൻ പറയാം. അമ്മ ഈ പിള്ളേര് കളി നിർത്തണം. ജീവിതത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണും. Hey, Josie! Yeah, I'm coming, dear. മോനെ, ഒന്ന് എണീക്കടാ. ഇവന്റെ ഒരു ഉറക്കം. 9 മണിയായിട്ടുള്ളൂ. അലമാരയില് വീടിന്റെ ലോൺ അടയ്ക്കാൻ വെച്ച് കാശ് കാണുന്നില്ല. ഇല്ലടാ, ഇന്ന് അടയ്ക്കാനുള്ളതാ. ആ പെണ്ണിനെയും കാണാനില്ല. ആ പെണ്ണിനെ കാണാനല്ലേ? ഇനി അവളെങ്ങാനും. അമ്മ എന്ത് മണ്ടത്തര പറയണേ. അമ്മ അവള് സ്വിറ്റ്സർലൻഡുകാരിയാണ്. നമ്മുടെ നക്കാപ്പിച്ചൊന്നും കിട്ടിയിട്ട് വേണ്ട. അമ്മ സ്വിസ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ട്. അവക്ക് അവിടെ അക്കൗണ്ട് ഉള്ളതല്ലേ. ആ ചെക്കല്ലേ എനിക്ക് ഇന്നലെ തന്നത്. അയ്യോ അയ്യോ, എന്റെ പേഴ്സ് എവിടെ? അമ്മ എന്താടാ? ഒരു പേഴ്സ് കാണാനല്ലോ. അതിന്റെ ഞാൻ പറഞ്ഞത്. അയ്യോ അമ്മ, സത്യം പറ, അമ്മ എടുത്താ? എന്തടി പറയുന്നേ? അയ്യോ, അവിടെ എത്തിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവള് പോലീസ്. ഈ കമ്പിയിലാണ് ഈ വീട് താങ്ങി നിർത്തിയിരിക്കുന്നത്. കൊള്ളാം. അയ്യോ, ഇത് അയാളല്ലേ? പത്മയുടെ വീടല്ലേ? അമ്മ പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പറയൂ സാർ. ഇങ്ങോട്ട് ഇറങ്ങിയേക്കടാ. നിനക്കെന്താ കാര്യം? സാർ, ഇത് എന്റെ വീടാണ് സാർ. സാർ എന്താ ഇവിടെ? ഓഹോ, അങ്ങനെയാണല്ലേ. ഇവിടെ ജോലി എന്ന് പേരുള്ള ജോലിയല്ല സാർ, ജൂലി. ജൂലി എന്ന് പേരുള്ള ഒരു വിദേശി ജീവിച്ചിരുന്നോന്നല്ല സാർ, താമസിച്ചിരുന്നോ? ഉണ്ടായിരുന്നു സാർ. SI സാർ 2 പേരോടും ഇന്ന് തന്നെ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ ആദ്യമായിട്ടാ. എന്താടാ മരം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? നിനക്കൊന്നും നാട്ടിലുള്ള പെൺപിള്ളേര് പോരടാ. കൊറേ ദിവസമായി ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലാ താമസം എന്നുള്ള സത്യമല്ലടാ. അയ്യോ, കൊറേ ദിവസം ഒന്നും ആയില്ല സാർ. ഇന്നലെ വന്നത്. അവര് ബ്രിട്ടാസിന്റെ ഫ്രണ്ടാ. തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ, അതും എനിക്കറിയാം സാർ. സത്യം പറയടാ, നിനക്ക് എങ്ങനെയാ അവരെ പരിചയം?
ഞാൻ വഴി വെച്ച് കണ്ടതാണ് എടാ എന്നിട്ടാണോ നീ ആള് നല്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്? അതവരുടെ മുഖലക്ഷണം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി സർ. എടോ അവർക്ക് മയക്കുമരുന്ന് കച്ചവടമാണ്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണവും ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ഗോതമ്പുണ്ട, മനസ്സിലായോടാ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അല്ല സർ, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വക്കീലിനെ ഏർപ്പാടാക്കണ്ടേ? മര്യാദക്ക് നിന്നല്ലേ അഴി എണ്ണിക്കും. ജനലിന്റെ ആണ്. ജനലിന്റെ അല്ലടോ, പിന്നെ? ജയിലിന്റെ. ഞാൻ എണ്ണാ സർ. ഒരു പരിചയം ഇല്ലാത്ത അവരെ എന്ത് അടിസ്ഥാനത്തിലാ നിങ്ങൾ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേ? ഹോം സ്റ്റേ ആയതുകൊണ്ടാ സർ. ഹോം സ്റ്റേ ഓക്കെ, എന്നാ പാസ്പോർട്ട് കോപ്പി, അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ്, സി ഫോം എവിടോ? ഒരു വിദേശിയെ ഹോം സ്റ്റേ ആയിട്ട് താമസിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊന്നും അറിയാതെ ഓരോ പരിപാടികൾ ഒപ്പിച്ചോളും. അത് സർ, എന്റെ നിർബന്ധം കൊണ്ട് അവൻ തുടങ്ങിയത്. തെറ്റെന്റെയാ. നിങ്ങൾ ഒരു പക്വതയുള്ള സ്ത്രീയല്ലേ? ഇതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നിങ്ങളോട് അറിയണ്ടേ? 2 പേരല്ലേ ഉള്ളൂ. എന്തിനാ മേഡം പണത്തിനോട് ഇത്ര ആർത്തി? ഉള്ള പണിയും ചെയ്ത് അങ്ങ് ജീവിച്ചാ പോരെ? സോറി അമ്മ. അമ്മ എന്തിനാ അയസയോട് അമ്മ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ? നിന്നെ ഓരോന്ന് പറയണ കേട്ടപ്പോ സഹിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷൻ കയറണത്. അവരുടെ നോട്ടവും സംസാരവും ഞാൻ ആകെ ചൂളിപ്പോയി. നിന്റെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ രണ്ടര വയസ്സുള്ളപ്പോ നമ്മൾ തനിച്ചാക്കി ആ കടലിൽ മറിഞ്ഞതാ. സിലോണിലേക്ക് ജോലി കിട്ടി പോകുമ്പോ അതിനടുത്ത വർഷം തിരിച്ചു കൊച്ചി വന്ന് ഈ തീരത്തൊരു വീട് ജോണിന്റെ സ്വപ്നമായിരുന്നു. 4 ഇന്ത്യക്കാര LTTക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജീവിച്ച് കൊതി മാറിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക്. നിന്നെയും തോളത്തിട്ട് ഇവിടെ വരുമ്പോ പരിഹാസമായിരുന്നു എല്ലാവർക്കും. ആരും സഹായിച്ചില്ല. ഉള്ളതൊക്കെ വിറ്റുപെറുക്കി കടം വാങ്ങി ഈ വീട് വാങ്ങാൻ വരുമ്പോ കുട്ടപ്പനങ്ങൾ മാത്രമായിരുന്നു ഒരു സഹായം. അമ്മയുടെ മോൻ അടിപൊളിയാകാൻ പോവാ. നാളെ തന്നെ പോയി പരീക്ഷ ഫീസ് കിട്ടണം. തോറ്റ വിഷയമൊക്കെ എഴുതിയെടുക്കണം. ഇത്തവണ ഞാൻ ജോസി ജോൺ ആണ് പറയുന്നത്. ജയിക്കും. ബ്രിട്ടാസിന്റെ ഫാമിലി ഓട്ടോ. ഹായ് ജോസി, how are you? Yeah, I'm good. We are ബലിപ്പിന് പോവുക. വൈഫിന്റെ ഡാഡിന്റെ ബ്രദറിന്റെ വൈഫിന്റെ ഫാദർ വടിയായി. നന്നായി. ഫംഗ്ഷൻ ഉണ്ട്. Getting late. Dad, get into the order, sir. Thank you, my son. എടാ ഇന്ന് രാവിലെ നിന്നെ കുറെ ഫോണിൽ വിളിച്ചു. നീ എന്താ എടുക്കാ? എന്താടാ? എടാ ഒരു ഗ്രാൻഡ് പരിപാടി ഒത്തു വന്നിട്ടുണ്ട്. റെഡ് FM പുതിയ റേഡിയോ ജോക്കികളെ തേടുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ആദ്യത്തെ സെലക്ഷൻ. നീ പെട്ടെന്ന് ചെല്ല്, നിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. എടാ എനിക്ക് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫോം മേടിക്കണം. എടാ അത് നാളെ ആയാലും നടക്കും. നീ പെട്ടെന്ന് ചെല്ല്. എനിക്ക് നല്ല ഹോൾഡുള്ള സ്ഥലമാണ്. അവിടെ നിനക്ക് ആരെ പരിചയം? അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥനെ. അതാ ചോദിച്ചത്. പേരെന്തടാ? മിസ്റ്റർ സെക്യൂരിറ്റി. എന്താ? എടാ സെക്യൂരിറ്റി ഗേറ്റ് വാച്ചർ എന്ന് പറയും. അതെ, കഥ പറഞ്ഞത് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാ ഞാൻ പാട്ട് പാടിത്തരാം. വെയിറ്റും ചെയ്യണം, കടവും പറയും. നീ പെട്ടെന്ന് ചെല്ല്. ഒബ്ര മാളിലാണ് പരിപാടി. Come on, quick. Okay, all the best. അപ്പൊ ആപ്ലിക്കേഷൻ ഫോം നാളെ മേടിക്കാം അല്ലേ? നാളല്ല, മറ്റന്നാള്. എന്താ? നാളെ വിമൻസ് ബാസ്കറ്റ്ബോൾ ഫൈനൽ അല്ലേ? സെന്റ് സേവിയേഴ്സും സെന്റ് തെരേസസും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. നല്ല രസമായിരിക്കും. നീ വണ്ടി വിട്ടേ ഒബ്രോമാളിലേക്ക്.